അല്ലെങ്കിൽ ഉമർ മൗലവി അവതരിപ്പിച്ച അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞ ഇബാദത്ത് അത് ശരിയായ ഇബാദത്തല്ല. ഖുർആൻ തെളിവുണ്ട്. ഖുർആന്റെ ആയത്തങ്ങ് ഓതി കൊടുത്താൽ പോരെ, അതീതങ്ങ് വായിച്ചു കൊടുത്താൽ പോരെ, ഒളിയൂലേ? പക്ഷെ അത് ഉദ്ധരിക്കാൻ, അത് പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയില്ല, ഉദ്ധരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉമർ മൗലവിയുടെ സൽസബീൽ, ആ സൽസബീൽ എടുത്തുകൊണ്ട് കോട്ടിമാട്ടുകയാണ്, കോട്ടിമാട്ടി അവതരിപ്പിക്കുകയാണ്. അത് ഉമർ മൗലവിയുടെ മരണശേഷമായാൽ സൗകര്യമായി എന്ന് വിചാരിച്ച ഷെയ്ഖ് മുഹമ്മദിന് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് തെറ്റിപ്പോയി. കാര്യം ഉമർ മൗലവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അത് സൽസബീൽ നോക്കി ഇന്നും കിട്ടും. ആരൊക്കെ കത്തെഴുതി, ആരൊക്കെ പാരപഴുതു, ആരൊക്കെ എന്തൊക്കെ ചെയ്തു, ആരൊക്കെ തന്നോട് എന്തൊക്കെ പറഞ്ഞു. ഉമർ മൗലവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം എന്തായിരുന്നു വന്നത് അദ്ദേഹത്തിന്റെ സൽസബീലിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇന്നും അതൊക്കെ നിലനിൽക്കാൻ, അത് ചില അടവുകൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ മുജാഹിദുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് ജമാഅത്തുകാർ വിചാരിച്ചുവെങ്കിൽ അവിടെയും തെറ്റി, അവിടെയും തെറ്റി. കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ വ്യക്തമായി കണ്ടെത്തുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരിൽ ഭൂരിപക്ഷത്തിന്റെ കയ്യിലും ആ സൽസബീലുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ വേണ്ടതില്ല. എന്താണ് ഇങ്ങനെ വിശദീകരിക്കാൻ കാരണം? ഇബാദത്തിനിടയ്ക്ക് ഒരു ഉമർ മൗലവി, എന്താ ഉമർ മൗലവി വരാൻ കാരണം? നമ്മൾ കൊണ്ടുവന്നല്ല, നേരെ മറിച്ച് മരണശേഷവും ഉമർ മൗലവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഈ വിഷയത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്. ആ കാരക്കുന്ന് ഉമർ മൗലവി വിളിച്ചുകൊണ്ടുവരുമ്പോ എങ്ങനെ വിളിച്ചുകൊണ്ടുവന്നത്? ഒരു കള്ളനായ ഉമർ മൗലവി ചിത്രീകരിച്ചുകൊണ്ട്, ഒരു കള്ളനായ ഉമർ മൗലവി അവതരിപ്പിച്ചുകൊണ്ട്. നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. അങ്ങനെ കള്ളനായിക്കൊണ്ട് ഉമർ മൗലവി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇബാദത്ത് എന്ന് പറയുന്ന ഈ വിഷയം ഉമർ മൗലവിയുടെ മരണശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതോ ഒരു അടുക്കളപ്പുറയിൽ നിന്നുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വിശദീകരിക്കുമ്പോൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ആ വാചകം വ്യക്തമായി ഒന്ന് കേൾക്കുക. ഇക്കാര്യത്തിൽ ജമാഅത്ത് വിമർശകരുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവായി, ഗുരുവായി അറിയപ്പെടുന്ന പരേതനായ ഉമർ മൗലവി സാഹിബ് എഴുതുന്നു: ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെക്കൽ ശരിയാവുമോ എന്ന് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി. വളരെയധികം പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തു, വളരെയധികം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. സർവാംഗീകൃതമായ ലിസാനുൽ അറബ് എന്ന മഹാ ഡിക്ഷണറി അന്ന് കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ഉമറാബാദിൽ പോയി അതും നോക്കി. അവസാനം എനിക്ക് അങ്ങേയറ്റം ബോധ്യപ്പെട്ടു, അനുസരണം എന്ന് ഇബാദത്തിന് അർത്ഥം വെക്കാൻ പറ്റുകയില്ല. സൽസബീൽ മെയ് 20, 1996, പേജ് 6-7. 1996 അഥവാ ഏകദേശം 10 കൊല്ലം മുമ്പാണ് ഉമർ മൗലവി സാഹിബ് ലിസാൻ അറബി എന്ന ഗ്രന്ഥം പരിശോധിച്ചപ്പോൾ പോലും ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം പറയാൻ പറ്റുകയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഇത് യഥാർത്ഥത്തിൽ വസ്തുതാപരമായ പൂർണ്ണമായ അബദ്ധമാണ്. ആർക്കാ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക? ഇതാണ് ലിസാനുൽ അറബി എന്ന വിഖ്യാതമായ അറബി ഭാഷയിലെ ഡിക്ഷണറി. ഇതിൽ ഇബാദത്ത് എന്ന പദത്തിന് നൽകിയ അർത്ഥം സംശയരഹിതമായി ആർക്കും മനസ്സിലാക്കുവാൻ കഴിയും. ഇബാദത്ത് എന്ന പദത്തിന് കൊടുത്ത അർത്ഥം ഇബാദത്തു അത്വാഅത്തു. മാത്രമല്ല ഇയ്യാക നഅ്ബുദു എന്നതിന് ഐ നുതിഉ അത്വാഅ. അപ്പോൾ ഇയ്യാക നഅ്ബുദു എന്നതിനും ലിസാനുൽ അറബിയിൽ കൊടുത്തത് നുതിഉ, ഞങ്ങൾ നിന്നെ അനുസരിക്കുന്നു എന്നാണ്. അൽ ഇബാദത്ത് എന്നതിന് അത്വാഅത്ത്, അനുസരണം എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അഥവാ യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന പദത്തിന് ഇവിടെ ലിസാനുൽ അറബിയിൽ സംശയരഹിതമായി കൊടുത്തിരിക്കുന്നു അനുസരണം എന്നർത്ഥം. എന്നിട്ടും ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബിന് ലിസാനുൽ അറബി ഉമറാബാദിൽ പോയി പരിശോധിച്ചിട്ടും ഇബാദത്തിന് അനുസരണം എന്നർത്ഥം പറയാൻ പറ്റുകയില്ല എന്നാണ് അദ്ദേഹത്തിന് ബോധ്യമായതെന്നാണ് പറയുന്നത്. ഉമർ മൗലവി സാഹിബിന് അറബി അറിയില്ലെന്ന് ആരെങ്കിലും പറയുമോ? ഏതൊരു ഹൈസ്കൂളിലോ UP സ്കൂളിലോ പഠിപ്പിക്കുന്ന അറബി അധ്യാപകന് പോലും അറിയാം അൽ ഇബാദത്തു അത്വാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന്. അപ്രകാരം തന്നെ ഇയ്യാക നഅ്ബുദു ഐ നുതിഉ അത്വാ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഒരു സാധാരണ അറബി അധ്യാപകൻ, LP സ്കൂളിൽ പഠിപ്പിക്കുന്ന അറബി അധ്യാപകന് പോലും അറിയാം. ഇക്കാര്യം ഉമർ മൗലവി സാഹിബിന് അറിയില്ലെന്ന് ആരെങ്കിലും പറയുമോ? അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ആലോചിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചത്? ഉമർ മൗലവി ഉമറാബാദിൽ പോയി ലിസാനുൽ അറബ് പരിശോധിച്ചു. അങ്ങനെ ലിസാനുൽ അറബ് പരിശോധിച്ചപ്പോൾ അത്താ എന്ന് കണ്ടു.
പക്ഷേ ഉമർ മൗലവി എന്താ പറയുന്നത് സൽസബീലിൽ? അതേ, ഞാൻ അങ്ങ് ഉമറാബാദിൽ പോയി ലിസാലറ പരിശോധിച്ചു, അപ്പോഴെനിക്ക് മനസ്സിലായി എന്ത് ഇബാദത്തിന് താത്ത് അനുസരണം എന്ന അർത്ഥം ഇല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ മൂപ്പരുടെ ഒരു ലിസാനുൽ അറബ് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇങ്ങനെ കാണിക്കും, ഇതാണ് ലിസാനുൽ അറബ്. ഓ, കണ്ടു, ഇപ്പഴാ കണ്ടത്. അങ്ങനെ ലിസാനുൽ അറബ്, ആ ലിസാനുൽ അറബ് ഇതാണ്. ആ ലിസാനുൽ അറബിൽ എന്താ അർത്ഥം? അത്താ എന്ന് പറഞ്ഞാൽ അനുസരണമാണ് എന്ന് LP സ്കൂളിലെ ഒരു അധ്യാപകന് പോലും അറിയാവുന്ന കാര്യമല്ലേ? എന്തിനാണ് നിങ്ങളുടെ നിലവാരത്തിലേക്ക് ആ സാധുക്കളെ വിളിക്കുന്നത്? LP സ്കൂളിലെ അധ്യാപകന്മാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്, ശൈഖ് മുഹമ്മദിന് മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾക്ക് തിരിയില്ല എന്ന് വിചാരിച്ചിട്ട് LP സ്കൂളിലെ അധ്യാപകന്മാർക്ക് തിരിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെപ്പോലെ എല്ലാവരും കാര്യം അവര് അത്യാവശ്യം അറിവ് പഠിച്ചിട്ടാണ് LP സ്കൂളിലെ അറബി അധ്യാപകരായിട്ട് ചേർന്നത്, അവർക്ക് ഉദ്യോഗം കിട്ടിയത്. അതുകൊണ്ട് ആ നിലവാരത്തിലേക്ക് ആ സ്കൂൾ മാഷന്മാരെ നിങ്ങൾ വിളിക്കരുത്. എന്ന് മാത്രമല്ല, ഇവിടെ കാണിച്ച കൃത്രിമം, ആ കൃത്രിമം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ ഉമർ മൗലവി പറയുന്നത്? ലിസാനുൽ അറബിൽ താത്ത് അനുസരണമെന്ന ഉണ്ടോ ഇല്ലേ എന്നല്ല ഇവിടുത്തെ ചർച്ച. ലിസാനുൽ അറബിൽ എന്താണ് വിശദീകരിച്ചത് എന്നല്ല ഇവിടുത്തെ ചർച്ച. 1996 മെയ് 20 പുറത്തിറങ്ങിയ സൽസബീലിന്റെ 6-7 പേജുകളിൽ കാണാം ഉമർ മൗലവി പറയാൻ, അപ്പോൾ ഇബാദത്തിന് അനുസരണം എന്ന് അർത്ഥം വെക്കൽ ശരിയാകുമോ എന്ന് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി. ഉമർ മൗലവി പരിശോധിക്കാൻ തുടങ്ങി. വളരെയധികം പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തു. അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റുമെന്ന് ഒരുപാട് പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തു. സർവാംഗീകൃതമായ ലിസാനുൽ അറബി എന്ന മഹാ ഡിക്ഷണറി അന്ന് കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ഉമറാബാദിൽ പോയി അതും നോക്കി. അവസാനം എനിക്ക് അങ്ങേയറ്റം ബോധ്യപ്പെട്ടു, അനുസരണമെന്ന് ഇബാദത്തിന് അർത്ഥം വെക്കാൻ പറ്റുകയില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അല്ലാതെ ലിസാനുൽ അറബിൽ കൊടുത്ത അർത്ഥത്തിന് താത്ത് ഇല്ല എന്നല്ല ഉമർ മൗലവി പറയുന്നത്. ലിസാനുൽ അറബടക്കം ഞാൻ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. എന്താ ബോധ്യപ്പെട്ടത്? ഇബാദത്തിന് എന്ന് അർത്ഥം വെക്കാൻ, ഇബാദത്തിന് അനുസരണമെന്ന് ഇബാദത്തിന് അർത്ഥം വെക്കാൻ പറ്റുകയില്ല എന്നെനിക്ക് അങ്ങേയറ്റം ബോധ്യപ്പെട്ടു. അങ്ങനെ അർത്ഥം വെച്ചാൽ പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദ് മാറ്റി ഒരു പുതിയ തൗഹീദ് അവതരിപ്പിക്കലായി പോകും. അതിന്റെ അവതാരകർക്ക് തന്നെ അത് ആചരിക്കുവാൻ കഴിയുകയില്ല. ഒരു ചെറിയ വാചകം പറയുന്നു, ബുദ്ധി മരവിക്കാത്തവർക്ക് സത്യം മനസ്സിലാക്കാൻ അനുമതി. പ്രവാചകനെ അനുസരിച്ചവൻ മുസ്ലിം, പ്രവാചകനെ ഇബാദത്ത് ചെയ്തവൻ കാഫിർ. ഇബാദത്തും അനുസരണവും